ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം എന്നുള്ളതായ ആഴമായ പ്രസ്താവന രേഖപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ദൈവത്തോട് യാചിക്കേണ്ടത് എന്നുള്ളതായൊരു ചോദ്യത്തിൻ്റെ ആഴമായ മറുപടിയാണ് യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ യാചനകളും ദൈവം കേൾക്കുകയോ അതിന് മറുപടി നൽകുകയോ ചെയ്യുന്നില്ല എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ മറുപടി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കേണ്ടതായ അതിപ്രധാനമായ ചില വസ്തുതകൾ ഓർപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പ്രാർത്ഥന പിതാവിനോടായിരിക്കണമെന്നും 14-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണമെന്നും റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കണമെന്നും ഓർപ്പിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അവകാശത്തെയും പദവികളെയും കുറിച്ച് പൂർണ്ണമായ ബോധ്യതയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതായ വാക്കുകളും ഓർപ്പിക്കുമ്പോൾ തന്നെ യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, സംശയത്തോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്നതായ ഉത്തരങ്ങളും മറുപടികളും ലഭിക്കുകയില്ലെന്നും വിശ്വാസത്തോടുകൂടി ദൈവത്തോട് യാചിക്കുന്നു എങ്കിൽ ആ യാചനകൾക്ക് ദൈവം മറുപടി നൽകുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ വ്യക്തി എങ്ങനെയായിരിക്കണം? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കേണ്ടതുണ്ട് എന്നുള്ള വാക്കുകളാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസ വീരന്മാരുടെ പുസ്തകമെന്ന് തന്നെയാണ് നാം അറിയപ്പെടുന്നതും മനസ്സിലാക്കുന്നതും. അനവധി പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് കാര്യങ്ങൾ നേടിയെടുത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വാസമാണ് അവരുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്ന വാക്കുകളാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസമാണ് പൂർവികന്മാർക്ക് നിശ്ചയമായിട്ടും അവർ സാക്ഷ്യം പ്രാപിപ്പാനിടയായി തീർന്നത് എന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോസേപ്പ് വിശ്വാസത്താലാണ് മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളോട് പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചതെന്ന് ഈ അധ്യായം ഓർപ്പിക്കുന്നുണ്ട്. വിശ്വാസത്താലാണ് മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവദിനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തത് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. വിശ്വാസത്താലാണ് അവർ 7 ദിവസം ചുറ്റിയപ്പോൾ എരിഹോ മതിൽ ഇടിയുവാനിടയായി തീർന്നത് എന്നീ അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടെ നശിക്കാതെ ഇരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവരെല്ലാവരും രക്ഷ പ്രാപിച്ചത് വിശ്വാസത്താലാണ്. ഇവരെല്ലാവരും സാക്ഷ്യം പ്രാപിച്ചത് വിശ്വാസത്താലാണ്. ഇവരെല്ലാവരും പ്രാർത്ഥനയുടെ ഉത്തരം നേടിയെടുത്തത് വിശ്വാസത്താലാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുകയും വിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കുവാനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും ആ നിലകളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാനും ഇടയായിത്തീരുന്നെങ്കിൽ മാത്രമേ നമ്മുടെയും ജീവിതം
ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാനും വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് പ്രാർത്ഥനയിൽ മുന്നേറുവാനും നമുക്കിടയാകേണ്ടതിന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾക്ക് സാക്ഷ്യത്തിനും, അത് ഞങ്ങൾക്ക് വിടുതലുകൾക്കും, അത് ഞങ്ങൾക്ക് നന്മകൾക്കും, അത് ഞങ്ങളുടെ നിത്യതയിൽ ഞങ്ങളെ എത്തിക്കുന്നതിന് കാരണമാക്കണമേ. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.